ഹലോ, ഇന്ന് നമുക്ക് നങ്ക് അല്ലെങ്കിൽ മാന്തലിൻ്റെ ഒരു റെസിപ്പിയും മത്തി മുളകിട്ടതിൻ്റെ ഒരു റെസിപ്പിയും നോക്കാം. നമ്മളിവിടെ മത്തി മുകളിൽ വെച്ച് എന്നാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ മത്തി ഉരുവ് എന്നും പറയും. മത്തിയുടെ റെസിപ്പി നോക്കാം. ചട്ടിയിലേക്ക് മുളക് പൊടി ചേർക്കുക. പൊരിക്കാനുള്ള മസാല പുരട്ടി വെച്ചതാണ് ചട്ടിയിൽ ആദ്യം, അതാണ് ആ കാണുന്നത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പുളി പൊടിച്ചത്, ഉപ്പ്, ഇത്രയും ചേർത്ത് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കുക. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. മാങ്ങ ഉണക്കി പൊടിച്ച പുളിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. മറ്റേ പുളിയാണ് വാളൻ പുളിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം ചേർത്താലും മതി. നന്നായി വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മത്തി കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തി ചേർത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ സംഭവം റെഡിയാവും. 5 മുതൽ 7 മിനിറ്റ് മാത്രമേ വേണ്ടി വരുള്ളൂ. പെട്ടെന്ന് തന്നെ വേവും മത്തി. അപ്പോൾ മത്തി കഷ്ണങ്ങൾ ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. പുളിയും മുളകുമാണ് ഈ കറിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുളക് ആവശ്യമുള്ളത്ര ചേർക്കാം. പുളിയും കുറച്ച് കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. മാങ്ങയുടെ പുളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. 7 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നങ്കിൻ്റെ റെസിപ്പി നോക്കാം. പുളി കുതിർത്ത വെള്ളത്തിൽ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി വേറെ മീൻ കറിക്ക് എടുത്ത പുളിയുടെ ബാക്കിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് പുളി പോരെങ്കിൽ പിന്നീട് ചേർക്കും. ഈ 1 സ്പൂണിൽ മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ചേർക്കുന്നതാണെങ്കിൽ പൊടിപ്പുളി യൂസ് ചെയ്യും. ഇത് നന്നായിട്ട് തിളപ്പിക്കുക. തിളക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർക്കാം, ഉപ്പ്, കറിവേപ്പില, മുളക് പൊടിയുടെ കൂടെ മഞ്ഞൾ പൊടിയും കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. 2 അല്ലി വെളുത്തുള്ളി, 1 പിടി തേങ്ങ, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുക. അതായത് ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് നങ്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കിലോ നങ്ക് ഉണ്ടാവും. 1 പിടിയാണ് ചേർത്തിരിക്കുന്നത് തേങ്ങ. നങ്കും പെട്ടെന്ന് തന്നെ വേവുന്ന ഒരു മീനാണ്. അതുകൊണ്ട് വേഗം തന്നെ ഈ കറിയും റെഡിയാവും. ഏകദേശം ഒരു 1/4 കിലോ നങ്കുണ്ട് ഇത്. ഇനി അതിൽ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലാണ്ട് ഇങ്ങനെ വറ്റിച്ച സ്റ്റൈലാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക. പുളി പോരായിരുന്നു, അതുകൊണ്ട് 1 സ്പൂൺ പുളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മത്തിയും നങ്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.